ഹായ്, ഹലോ. നിങ്ങളെൻ്റെ ഉടുപ്പ് മാറിയിട്ടുണ്ടോയെന്നാണോ ശ്രദ്ധിക്കുന്നത്? യെസ്, ഞാൻ മാറിയിട്ടില്ല. നമ്മളിവിടെ സംസാരിക്കാനാണല്ലോ വന്ന്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നത് നമ്മുടെ ചുറ്റിനുള്ള ഏജ് റിമൈൻഡേഴ്സിനെയാണ്. കുട്ടാ, നിനക്ക് 26 ആയി, നിനക്ക് 27 ആയി, കല്യാണമൊന്നും നോക്കുന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ പ്രായം ഓർമ്മിപ്പിക്കുന്ന ആൾക്കാരെ പറ്റി സംസാരിക്കാനാ. നമുക്കും നമ്മുടെ വീട്ടുകാർക്കും ഈ ഓർമ്മിപ്പിക്കലുണ്ടാവില്ല. ഇവർ ഈ ഏജ് റിമൈൻഡേഴ്സ് നമ്മളെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് പ്രായമായിട്ടോ, നിനക്ക് പ്രായമായിട്ടോ. ഗൈസ്, നമുക്കറിയാം, എല്ലാ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും എല്ലാ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും നമുക്കിതൊക്കെ അറിയാം. കൂടാതെ ഇത്ര വയസ്സായില്ലേ, ഇനി ചെക്കന്മാരൊന്നും കിട്ടില്ല, വേഗം കല്യാണം കഴിക്കൂ എന്ന് പറയുന്ന ആൾക്കാർ. കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ള ഞങ്ങളുടെ ഡെസിഷനല്ലേ. നമുക്ക് സ്വയം കല്യാണം കഴിക്കണമെങ്കിൽ ഞങ്ങൾ കല്യാണം പോയി കഴിച്ചോളും. നിങ്ങൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാലം നോക്കി വളർത്തി ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഇത്ര ടെൻഷനില്ല. ഞങ്ങളെ കണ്ടുകൊണ്ട് നോക്കി വളർത്തുന്ന ഈ നാട്ടുകാർക്ക് എന്തൊരു ടെൻഷനാ. ഈശ്വര, കുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, 27 ഇനി ചെക്കന്മാരെ കിട്ടുമോ, ഇനി കിട്ടുന്ന ചെക്കൻ ഒരു ഏജ് ഓവറുള്ള ആളായിരിക്കുമോ. ഇനി ഈ ഏജ് റിമൈൻഡേഴ്സ് ഒരു 30 വയസ്സായ ഒരു കുട്ടീനെ കണ്ട, അയ്യോ കുട്ടിക്ക് സാരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, അല്ല കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണേ അവർക്ക്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡെസിഷനാണോ അതോ നിങ്ങളുടെ ഡെസിഷനാണോ? കാരണം ജീവിക്കാൻ പോകുന്നത് ഞങ്ങളല്ലേ. ഞങ്ങൾക്കല്ലേ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ധാരണ വേണ്ടത്, അല്ലാതെ നിങ്ങൾക്കാണോ? എന്നാൽ എത്ര കഷ്ടപ്പെട്ട് നമ്മളെ ഒരു ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ചെക്കന്മാരെ കൊണ്ട് തരട്ടെ, എന്നിട്ട് അവർ തന്നെ കല്യാണം നടത്തി തരട്ടെ. നമ്മുടെ അച്ഛനും അമ്മയോട് മാറി നിൽക്കാൻ പറയാം, നിങ്ങളങ്ങ് കല്യാണം നടത്തി തന്നോളൂ. അതെങ്ങനെയുണ്ട്? എൻ്റെ ഏജിലുള്ള, എനിക്കിപ്പോൾ 27 ആയി, എൻ്റെ ഏജിലുള്ള എല്ലാ കുട്ടികളോടും, പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എനിക്ക് പറയാനുള്ള, നമ്മുടെ ഒറ്റ ലൈഫേ ഉള്ളൂ, അത് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. നമ്മുടെ ഡെസിഷനാണ് എന്ത് ചെയ്യണം, എന്ത് ലൈഫിൽ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ. അപ്പോൾ കല്യാണം കഴിക്കണം തോന്നുമ്പോൾ കല്യാണം കഴിക്കുക, അത് തോന്നാത്ത അത്രയും കാലം കഴിക്കണ്ട. ആരും പറഞ്ഞ് നിർബന്ധിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നമ്മുടെ ലൈഫല്ലേ. ഏജ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല, കല്യാണം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളാം, നിങ്ങൾ കഷ്ടപ്പെടണ്ട കേട്ടോ. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം അഖില. ബൈ.